ശരിയാണ്, ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ LDF തോൽക്കണം. നമുക്കും വേണ്ടേ തമാശ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി? ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാനും തോളുകയായിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റണം. പവർ കട്ടൊക്കെ തിരിച്ചു വരണമെന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇലക്ട്രിസിറ്റിൻ്റെ വാല്യൂ അറിയില്ല. കുറച്ചു നേരം മേഘതിരിയൊക്കെ കത്തിച്ച് ആ ഇരുട്ടത്ത് അങ്ങനെ ഇരിക്കട്ടെ എന്ന്. ഈ മര്യാദയ്ക്ക് 4 അഴിമതി നടത്താൻ പറ്റാത്ത മന്ത്രിമാരൊക്കെ എന്തിനു കൊള്ളാം? ഈ ഫയലൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങോട്ടേലും പോകാണ്ടോ? പിന്നെ എനിക്ക് മനസ്സിലാകത്ത്, നമുക്ക് എന്തിനാണ് ഈ ഹൈ സ്പീഡ് റെയിൽവേയും ഹൈ സ്പീഡ് റോഡും ഒക്കെ 4 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് വഴിയിലുള്ള കടകളിലും കുഴികളിലും ഒക്കെ ഇറങ്ങി ആസ്വദിച്ച് തളർന്നു വേണം യാത്ര ചെയ്യാൻ. അല്ലാണ്ട് ഈ സ്മൂത്ത് റോഡിൽ കൂടെ പോയാൽ ഈ കുഴിയിലൊക്കെ വീഴുന്ന സുഖം അത് കിട്ടുമോ? നമ്മളൊക്കെ പഠിച്ചത് വലിയ സൗകര്യമൊന്നും ഇല്ലാത്ത സാധാരണ നോർമൽ സ്കൂളിലാണ്. പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രം ഹൈടെക് സ്കൂളും സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാലേ ബുദ്ധി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ എന്തിനാ ഇത്ര സെറ്റപ്പ്? ചികിത്സക്ക് പൈസ കൊടുക്കുമ്പോഴേ ആൾക്കാർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പെൻഷൻ. എന്തിനാ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ മാസാമാസം കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നത്? ബാക്കി ഏറിയ ദൈവം ഭക്ഷണവും കൊടുക്കൂലേ? പിന്നെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. എല്ലാവർക്കും ഫ്രീ ആയിട്ട് വീട് കൊടുക്കുക. ഇങ്ങനെ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വാടക വീടുകളും റിയൽ എസ്റ്റേറ്റും ഇതൊക്കെ എന്താ ചെയ്യുക? ഓരോടൊക്കെ കാണിക്കുന്ന ക്രൂരത അല്ലത്. അതിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ UDF തന്നെ വരണം. കുറച്ചും കൂടി നന്നായിട്ട് ബീഹാർ പോലൊക്കെ മാറണമെങ്കിൽ BJP വരണം. പക്ഷെ അത്രയും വലിയ മാറ്റം പെട്ടെന്ന് കേരളം താങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എൻ്റെ വോട്ട് UDFനാണ്. എനിക്കും വേണം ഒരു ഫണ്ണി CM. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.